ഹലോ അങ്ങോട്ട് നോക്ക്. ഗുഡ് മോർണിംഗ്, അസ്സലാമു അലൈക്കും, വാട്സാപ്പ്. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്, ഇന്ന് പുലർച്ചയ്ക്കൊന്നും വരാൻ പറ്റിയില്ല. കാരണം പുലർച്ചെ നീച്ചില്ല. ആക്ച്വലി അലാറൊക്കെ അടിച്ച് അറിഞ്ഞില്ല, കിടക്കാൻ വൈകിക്കൊണ്ടായിരിക്കാം. അപ്പോൾ ഇന്ന് നമ്മുടെ 23ാമത്തെ നോമ്പിലേക്കാണ് നമ്മൾ എണീറ്റിരിക്കുന്നത്. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും നമ്മുടെ വീഡിയോസിന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ ഇന്ന് റൈഹാനത്തിനെ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് അറിയില്ല. ഇനി നമുക്ക് പുറത്തൊരു പരിപാടി ഉണ്ട്. നമ്മുടെ കൂട്ടുകാരൻ മൂസയുടെ കമ്പനിയിൽ ആൻഡ് സ്റ്റാഫിനും ഫാമിലീസിനും ഒക്കെ പാട്ട് നോമ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളായിരിക്കും ഇന്ന് നമ്മുടെ വീഡിയോയിൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. മറക്കണ്ട, ഇന്നലത്തെ വീഡിയോസൊക്കെ എല്ലാവരും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിലൂടെ കാണുന്നവർ ആ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ കൂടി മറക്കണ്ട ഗൈസ്. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ 23ാമത്തെ നോമ്പിലെ വിശേഷങ്ങൾ പുറത്താണ്, വീട്ടിലല്ല. വീട്ടിൽ എന്തെങ്കിലുമെന്ന് അറിയില്ല. എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ, എന്നിട്ട് നമുക്ക് അങ്ങനെ കണ്ടുകൊണ്ട് തിരിച്ചിട്ട് വരാം. അപ്പം സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഞങ്ങളും പോന്നോളി ചങ്ങായിമാരെ, കമോൺ. നമ്മളെ വീഡിയോ ഒരാളിവിടെ കടന്നിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്, പഴയ വീഡിയോ. അതാണ് കാണുന്നതെന്ന് കണ്ടുപിടിക്കുന്നവർക്ക് സമ്മാനമുണ്ട്. ഇവിടെ കടന്നിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണുകയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, കണ്ടുകൊണ്ടിരിക്കുന്നത് റെയ്ഹാനത്താണ്. റെയ്ഹാനത്തിന് കാലം ചെറിയൊരു വേദന, അതുകൊണ്ട് റെസ്റ്റിലാണ്. കിടന്നുകൊണ്ട് മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഗായ്സ് നമ്മളിവിടെ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹലോ, അങ്ങോട്ട് നോക്ക്. അപ്പോൾ ഗൈസ്, സമയം ഇപ്പം 4:30 മണിയായി. നിസ്കരിക്കുക. മൂസറവി കമ്പനി നോമ്പ് തുറക്ക് പോകാൻ വേണ്ടി റെഡി ആവട്ടെ. അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള പോകുന്ന കണ്ടിട്ട് അതിൽ കുറച്ച് ചെറിയൊരു വീഡിയോ ആയിരിക്കും. ചിലപ്പോൾ കുതിർക്കാൻ പറ്റില്ല, അത്താഴത്തിന് നീക്കാൻ പറ്റില്ല ഗൈസ്. അത്താഴം കഴിക്കാനാണ് നോമ്പ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് എണീക്കാം, നിസ്കരിക്കാം, പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ നോമ്പ് തുറക്കാൻ പോവാണ്. നമ്മൾ 3 ആൾക്കാരെ പോകണത്, നെബു, നെജു, ഞാൻ. അപ്പോൾ നേരെ നമ്മൾ മങ്കരയ്ക്ക് പോവാണ്. മങ്കരയിൽ ഇപ്പോൾ സമയം 6:20 ആയിരിക്കും കേട്ടോ. ഒരു 10-15 മിനിറ്റും കൂടെ ഉള്ളൂ നോമ്പ് തുറക്കാൻ. സോ അപ്പോൾ നമ്മളവിടെ എത്തട്ടെ. അവിടെ എത്തിയിട്ട് എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങളും സ്പെഷ്യലും എന്തൊക്കെ ഫുഡൊക്കെ സ്പെഷ്യലാണ് നോക്കിയിട്ട് വരാം. എന്നിട്ട് നമുക്ക് കാണാം ഗൈസ്. അപ്പോൾ നേരെ നമ്മൾ മങ്കരയിലേക്ക് പോവാണ്. അപ്പോൾ കേസ് അങ്ങനെ നമ്മളങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് മൂസയുടെ കമ്പനിയിൽ കണ്ടെത്തി. കമ്പനിയിൽ ഒരു ഭാഗത്ത് പുതിയതായി എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് നോമ്പ് തുറ. അവർക്ക് മെഷീനും കാര്യങ്ങളൊക്കെ വന്നാൽ ഇനിയിപ്പോൾ അവിടെ സ്ഥലം ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ നല്ല സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ടേബിളും 100-150 ആൾക്കുള്ള ചെയറായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ചെന്ന കയറിയ പാട് ഇതായിരുന്നു. മൂസ തിരക്കിലായിരുന്നു. പിന്നെ നിഷാദ് ഇവിടെ എന്തൊക്കെ കളിക്കൊണ്ടിരിക്കുന്നത്. നിഷാദ് കളിക്കാന്നൊക്കെ പെറുക്കി എടുത്താണത്. മൊജിറ്റോ എന്നാണ് പറഞ്ഞത്. സംഗതി കൊള്ളായിരുന്നു കേട്ടോ. കുടിക്കുമ്പോൾ സൂപ്പറായിരുന്നു. ഈ കാണുന്ന പോലെ ഒന്നും ആയിരുന്നില്ല, അടിപൊളിയായിരുന്നു. അപ്പം മൊജിറ്റോ ഉണ്ടായിരുന്നു. നോമ്പ് തുറക്കാനായിട്ട് മൊജിറ്റോ എന്തായാലും ഇവിടെ സൂപ്പറായിരുന്നു. എന്തായാലും കുടിച്ചപ്പോൾ ഒരു റിഫ്രഷ്മെൻ്റ് ഒക്കെ കിട്ടും നമുക്ക്. നിഷാദിനായതിൻ്റെ ക്രെഡിറ്റ് ഫുള്ള് കൊടുക്കുക നമ്മൾ. പിന്നെ അങ്ങനെ നമ്മൾ ടേബിളിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായത് ഒരു സ്നാക്സ് കുറച്ച്, ഫ്രൂട്ട്സ് കുറച്ച്, അങ്ങനെ അതായത് ഒരു ടേബിളിൽ 2 ആൾക്ക് ഒരു പ്ലേറ്റ് എന്ന രീതിക്കാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അറേഞ്ച്മെൻറ്റ്സൊക്കെ സൂപ്പറായിരുന്നു. ആരായാലും എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ അടിപൊളിയായിരുന്നു പരിപാടി. അതായത് ഒറ്റ ഇരുത്തത്തിൽ എല്ലാ പരിപാടിയും എല്ലാവരും തീരും കിട്ടും. അതായത് വേറെ ആൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അങ്ങനെ സീറ്റ് അറേഞ്ച്മെൻറ്റ്സിനായിരുന്നു. നെച്ചു നെബോടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നോമ്പ് തുറക്കുന്ന സമയങ്ങൾ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ വരുന്നുണ്ട്, കൈ തരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഇത് വോയിസ് ഓവർ കൊടുക്കുന്നത് അവരെ പറയുന്നതൊന്നും കേൾക്കുന്നുണ്ടാവില്ല. പിന്നെ അങ്ങനെ നമ്മൾ ഇതാണ്, അതായത് നോമ്പ് തുറക്കാൻ ഇനി അത്യാവശ്യം കുറച്ചും കൂടി സമയങ്ങളുണ്ട്. തൗഫീഖ് അവിടെ നിൽക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ട് അവിടെ കൂടെയൊക്കെ. അപ്പോൾ അതങ്ങനെ കുട്ടികളൊക്കെ വന്ന് നമ്മൾ ഇരിക്കാനുള്ള സമയത്തിലേക്കാണ്. ഇരിക്കാനുള്ള സമയം നോമ്പ് വാങ്ങ് കൊടുക്കുമ്പോൾ ഇവിടെ കേൾക്കില്ല എന്നുള്ള രീതിക്കായിരുന്നു അവിടെ. പക്ഷേ കേട്ടായിരുന്നു നോമ്പ് തുറക്കുമ്പോൾ വാങ്ങൊക്കെ കേട്ടായിരുന്നു. നോമ്പ് തുറക്കാനായിരുന്നു നമ്മൾ പ്ലേറ്റ് ഇട്ടോ. അത് ആ മഞ്ഞയിൽ കാണുന്നതും വാട്ടർമെലൻ തന്നെയാണ്, വെള്ള വാട്ടർമെലൻ. ഞാൻ ആദ്യം വിചാരിച്ചത് പൂളക്കിഴങ്ങ് പുഴുങ്ങിയതായിരുന്നു. എന്നോട് തശ്രീഫ് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ തശ്രീഫൊക്കെ അടുത്തായിരുന്നത്. പിന്നെ മൂസനെ തിരക്കിലായിരുന്നു. മൂസനൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. ഞങ്ങൾ നോമ്പ് തുറക്കൽ കഴിഞ്ഞു. നോമ്പ് തുറ അങ്ങോട്ട് കഴിഞ്ഞ് പിന്നെ ഭക്ഷണത്തിനുള്ള തിരക്കായിരുന്നു. ഭക്ഷണത്തിന് നമുക്ക് എല്ലാവരും ഇരുന്ന് കഴിക്കുന്നുണ്ട്. പൊറോട്ട, പത്തിരി, നെയ്ച്ചോറ്, ബീഫ് വരട്ടിയത്, ചിക്കൻ കറി. ഗ്രാൻഡ് ഫുഡായിരുന്നു, സൂപ്പർ ഫുഡായിരുന്നു. അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം റജീബിന് പോകുന്നു കേട്ടോ. റജീബ് അല്ലമീൻ കാറ്ററിംഗ്, റജീബ് ആയിരുന്നു ഫുഡ് കണ്ട. പൊറോട്ട, ചിക്കൻ കറിയൊക്കെ ഓസം, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ.
ചിക്കൻ കറി നെയ്ച്ചോറും അതിനേക്കാൾ സൂപ്പറും ബീഫും അടിപൊളി ബീഫായിരുന്നു. നെച്ചു നെബു ഞാൻ ഷരീഫ് ഒന്നിച്ചായിരുന്നത്. നിഷാദാണ് വിളമ്പി കൊണ്ടിരിക്കുന്നത്. നിഷാദ് അങ്ങനെ വിളമ്പി നമ്മുടെ പ്ലേറ്റിലേക്ക് എത്തി. നമുക്കുള്ള ഫുഡ് ഇതാ വന്നു കണ്ടോ. നെയ്ച്ചോറും ഇവിടെ നെയ്ച്ചോറും നല്ല അടിപൊളി ബീഫുമായിരുന്നു. അതൊക്കെ കഴിച്ചു. നമ്മൾ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഇരുന്ന് എനിക്ക് നല്ല തലവേദന ഉള്ളതുകൊണ്ട് ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. ഒരു മൂന്നാതിൽ അത് കഴിഞ്ഞപ്പോൾ നിഷാദ് എൻ്റെ അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് പറഞ്ഞത് നിഷാദ് റഷീദൊക്കെ അപ്പുറത്ത് നല്ല പണിയെടുക്കുന്നുണ്ട്. എന്തായാലും മൂസ് കാണട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂസത് കാണുന്നുണ്ടാവും. മൂസ പരിഗണിക്കണേട്ടോ അവരനൊക്കെ പെരുന്നാളായിട്ട്. ഷൈൻ്റെ മോളാണിത്. അഷിക്കിൻ്റെ മക്കളാണ് ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചിട്ട് ഇങ്ങനെ വരാൻ നിൽക്കുന്ന കയ്യൊക്കെ കഴുകി വരുമ്പോഴാണ് പരിപാടി നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാവരും സീറ്റിങ്ങിലൊക്കെ ഒറ്റ സീറ്റിങ്ങളെല്ലാം ഇരുന്ന് കഴിഞ്ഞു കിട്ടും. അടിപൊളി പരിപാടി എന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അത് ഫൈനൽ ലുക്ക് മുൻപന്നെ എടുത്തതായിരുന്നു വീഡിയോ. ഞാൻ തന്നെ എടുത്തായിരുന്നു പോകാൻ നേരത്ത്. തശ്ശിക്ക് എടുത്തൊരു ഷോട്ട് ഉണ്ടായിരുന്നു. അതിൽ ഉൾപ്പെടുത്തിയെന്ന് അറിയില്ല. എന്തായാലും നോമ്പുതോടെ അടിപൊളി ഗംഭീരം. താങ്ക് യു മൂസേ, താങ്ക് യു വെൽക്രാഫ്റ്റ്. ഹലോ ഗൈസ്, ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. ഭയങ്കര തലവേദന ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് നാളെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ ബാങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ചെറിയ കാര്യങ്ങളിലൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കുറേ ആൾക്കാർ എന്തൊക്കെ ചൊറിഞ്ഞുകൊണ്ട് വരുന്നുണ്ടെന്ന് ഫാമിലി പേഴ്സണലി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുന്നേ വീഡിയോ ഇട്ടതിൻ്റെ അത് ഒന്നും ഇൻറ്റൻഷനി ഒന്നും ചെയ്തതല്ല. ദയവായിട്ട് നിങ്ങളത് മനസ്സിലാക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് കൂടെ ഉള്ളൊരു മറുപടി ആയിട്ട് ഇത് കണക്കാക്കുന്ന വീഡിയോ അത് ചെയ്തെന്ന് വെച്ചിട്ട് ഒന്ന് വീഡിയോയിൽ കണ്ടെന്ന് വെച്ചിട്ട് ഒന്നും വരാൻ പോകണില്ല, ഒന്നും സംഭവിക്കാനും പോകണില്ല. അത് അങ്ങനെ തന്നെ പോയിക്കൊണ്ട് തന്നെ ഇരിക്കും. നിങ്ങൾ ചൊറിയേണ്ടവർ അവിടെ ചൊറിഞ്ഞിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ. അത് നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർ കൂടിയുള്ളൊരു മറുപടിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ. അപ്പോൾ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും. അപ്പോൾ നാളെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം 24 വിശേഷങ്ങളുമായിട്ട്. അപ്പോൾ വീണ്ടും ടാറ്റാ ബൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.